ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡെസേർട്ടുകളെ പറ്റിയിട്ടാണ്. എന്താണ് ഡെസേർട്ട് എന്ന് വെച്ചാൽ എത്ര തരം ഡെസേർട്ടുകളുണ്ട് ആൻഡ് നമ്മുടെ താർ ഡെസേർട്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തായിരിക്കും ഡെസേർട്ട് എന്ന് വെച്ചാൽ വാട്ട് ആർ ഡെസേർട്ട്സ്? ഡെസേർട്ട്സ് ആർ ജനറലി പ്ലേസസ് ദാറ്റ് റിസീവ് ആൻ ആനുവൽ റെയിൻഫോൾ ഓഫ് ലെസ് ദാൻ 25 സെൻറ്റിമീറ്റർ. 25 സെൻറ്റിമീറ്ററിൽ കുറവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെസേർട്ടുകളെന്ന് പറയുന്നത്. അപ്പം മഴ കുറവുള്ള പ്രദേശങ്ങളിൽ ആൾക്കാർക്ക് ജീവിക്കാൻ എന്താണ് താല്പര്യം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഈ ഡെസേർട്ട് എന്ന് പറയുന്ന റീജൻസിൽ എന്താണ് പോപ്പുലേഷൻ കുറവായിരിക്കില്ലേ? കുറവായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു റീജിയനിൽ 25 സെൻറ്റിമീറ്റർ ആണ് അല്ലെങ്കിൽ അതിൽ കുറവാണ് മഴ ലഭിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റുക? അതിനുള്ള ഒരു ഉപകരണമാണ് ഇതെന്ന് വെച്ചാൽ ഇതെന്താണ്? റെയിൻ ഗേജ്. ഈ റെയിൻ ഗേജ് വെച്ചാണ് നമ്മുടെ റെയിൻഫോളിൻ്റെ എമൗണ്ട് നമ്മൾ അളക്കുന്നത്. ഇതിൽ നമ്മുടെ സ്കെയിലിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് പോലെ തന്നെയുള്ള എന്താണ് സെൻറ്റിമീറ്റേഴ്സ് അടയാളപ്പെടുത്തി കാണും. നോക്കിയതാ 10, 15, 20, 25 എന്നൊക്കെ പറഞ്ഞ് എന്താണ് അടയാളപ്പെടുത്തി കാണും. അതിൽ ഈ 25 സെൻറ്റിമീറ്റർ വരെയാണ് എന്താണ് മഴ നമ്മുടെ ഈ റെയിൻ ഗേജ് വെള്ളത്തിൽ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അത്തരം പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെസേർട്ട് റീജൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഡെസേർട്ട് എന്ന് പറയുന്നുള്ള വേർഡ് പ്രധാനമായിട്ടും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ലാറ്റിൻ പദമായിട്ടുള്ള ഡെസേർട്ടം, വിച്ച് മീൻസ് എന്താണ്? അബാൻഡൻഡ് പ്ലേസ്, ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങൾ. ലാറ്റിൻ പദമായിട്ടുള്ള ഡെസേർട്ടം എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഡെസേർട്ട് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താണ്? ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം അഥവാ അബാൻഡൻഡ് പ്ലേസ്. നമ്മുടെ ഡെസേർട്ടിനെ പറ്റി പഠിക്കുന്ന ആ ഒരു സ്റ്റഡീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എർമോളജി. എന്താ? എർമോളജി. ഡെസേർട്ട് എന്ന് വെച്ചാൽ എന്തായിരുന്നു? 25 സെൻറ്റിമീറ്ററിൽ കുറവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ ഡെസേർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഡെസേർട്ട് പ്രധാനമായിട്ട് 2 ടൈപ്പാണ് ഉള്ളത്. നമ്മുടെ ഭൂമിയിൽ പ്രധാനമായിട്ട് 2 ടൈപ്പ് ഡെസേർട്ടുകളാണ് കാണപ്പെടുന്നത്. കോൾഡ് ഡെസേർട്ട് എന്നും ഹോട്ട് ഡെസേർട്ട് എന്നാണ് അതിന് പറയുന്നത്. എന്താണ്? കോൾഡ് ഡെസേർട്ടുകൾ, ഹോട്ട് ഡെസേർട്ടുകൾ. അപ്പം ഇതിൽ കോൾഡ് ഡെസേർട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്താണ്? തണുപ്പ് അല്ലേ? കോൾഡ് എന്ന് വെച്ചാൽ എന്താണ്? തണുപ്പ്. അപ്പം എന്തായിരിക്കും? തണുത്ത ഡെസേർട്ടുകളായിരിക്കും കോൾഡ് ഡെസേർട്ട് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഡെഫിനിഷൻ നോക്കിക്കേ. ദ കോൾഡ് ഡെസേർട്ട്സ് ആർ ദ പ്ലേസസ് വിത്ത് എന്താണ്? പെർമനന്റ് സ്നോ കവർ വെർ വി എക്സ്പീരിയൻസ് എക്സ്ട്രീം കോൾഡ് ത്രൂ ഔട്ട് ദി ഇയർ. ത്രൂ ഔട്ട് ദി ഇയർ നമുക്ക് എന്താണ്? എക്സ്ട്രീം തണുപ്പ്, എക്സ്ട്രീം കോൾഡ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ കോൾഡ് ഡെസേർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ അത് പ്രധാനമായിട്ടും കാണപ്പെടുന്ന സ്ഥലങ്ങളാണ്, റീജൻസ് ആണ് ഏതൊക്കെ? നമ്മുടെ പോളാർ റീജൻ, മൗണ്ടെയിൻസ്, ഹൈ പ്ലേറ്റ്യൂസ് ഓഫ് ടെമ്പറേറ്റ് റീജൻസിലൊക്കെ ആയിട്ടാണ് നമ്മുടെ കോൾഡ് ഡെസേർട്ട് കാണപ്പെടുന്നത്. കോൾഡ് ഡെസേർട്ടിന്റെ പ്രത്യേകത എന്തായിരിക്കും? അവിടെ പെർമനന്റ് സ്നോ കവർ ആയിരിക്കും. അവിടെ നമുക്ക് എക്സ്ട്രീം കോൾഡ് അനുഭവപ്പെടും. അങ്ങനെ അതിനുള്ള ഉദാഹരണമാണ് ഈ കൊടുത്തിട്ടുള്ള അന്റാർട്ടിക് ഡെസേർട്ട്, ഗോബി ഡെസേർട്ട്, അറ്റക്കാമ ഡെസേർട്ട് ആൻഡ് ലഡാക്ക് ഡെസേർട്ട്. ലഡാക്ക് എവിടെയാ? ലഡാക്ക് ഡെസേർട്ട് നമ്മുടെ ഇന്ത്യയിലാണ്. ലഡാക്ക് ഡെസേർട്ട് അതൊരു കോൾഡ് ഡെസേർട്ടിന് ഉദാഹരണമാണ്. ഈ അന്റാർട്ടിക് ഡെസേർട്ടാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കോൾഡ് ഡെസേർട്ട് ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഗോബി ഡെസേർട്ട് ആൻഡ് അറ്റക്കാമ ഡെസേർട്ട് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടെത്തിക്കൊണ്ട് വരണം അടുത്ത ക്ലാസ്സിൽ. ഇനി അടുത്തതാണ് നമ്മുടെ ഹോട്ട് ഡെസേർട്ട്. ഹോട്ട് ഡെസേർട്ട് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും എന്താണ്? ഹോട്ട്, ചൂടായിരിക്കില്ലേ? ചൂട്. അപ്പം നമുക്കതൊരു എന്താണ്? ചിത്രം വരച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇതെന്താണ്? നമ്മുടെ ഭൂമിയാണെന്ന് വെറുതെ വിചാരിക്കാം. എന്നിട്ട് നമ്മുടെ ഭൂമിയുടെ നടുക്ക് കൂടെ ഒരു ലൈന് പാസ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഇക്വേറ്റർ അല്ലേ? അങ്ങനെ മുകളിലോട്ട് 1, 2, 3 എന്ന് പറഞ്ഞു പോകും, താഴോട്ട് ഇങ്ങനെ പോകും, ലാറ്റിറ്റ്യൂഡ്സ് പോവില്ലേ? അപ്പം ഈ ഒരു റീജൺ, ഈ ഒരു ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് എത്രയാണ്? 15 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ആൻഡ് ഇതിന് തൊട്ട് മുകളിലായിട്ട് എത്ര വരും? 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. ഇതെന്തിനാ ഞാൻ വരച്ചതെന്ന് വെച്ചാൽ ഈ 15 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനും 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനും ഇടയ്ക്കായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ ഹോട്ട് ഡെസേർട്ട് കാണപ്പെടുന്നത്. ഈ ഒരു റീജിയനെ പറയുന്ന പേരെന്താ? ഇതെന്താണ്? ട്രോപ്പിക്കൽ റീജിയൻ ആണ്. അതേപോലെ തന്നെ ഇവിടെയും 15 ഡിഗ്രി തൊട്ട് നമ്മുടെ 30 ഡിഗ്രി വരെ, 15 ഡിഗ്രി തൊട്ട് 30
ഡിഗ്രി വരെയുള്ള സ്ഥലങ്ങളിലാണ്, ഈ ഒരു പ്രദേശത്താണ് നമ്മുടെ ഹോട്ട് ഡെസേർട്ട് കാണപ്പെടുന്നത്. പ്രധാനമായിട്ട് ഈ കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ ഭാഗത്ത്, എവിടെയാ വെസ്റ്റേൺ ഭാഗം? ഇവിടെയാണ് നമ്മുടെ വെസ്റ്റ്, ഇവിടെയാണ് നമ്മുടെ നോർത്ത്, ഇവിടെ ഏതാ ഈസ്റ്റ്, ഇവിടെ സൗത്ത്. അപ്പോൾ ഇതിന്റെ ഈ ഒരു വെസ്റ്റേൺ ഭാഗത്തിലായിട്ടാണ് മെയിൻലി നമ്മുടെ ഏത് ഡെസേർട്ട് കാണപ്പെടുന്നത്? ഹോട്ട് ഡെസേർട്ട് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഡെസേർട്ടിന്റെ ടൈപ്സ് ആണ്. 2 തരത്തിലുള്ള ഡെസേർട്ട് ഉണ്ടെന്ന് പറഞ്ഞു, കോൾഡ് ഡെസേർട്ട് ആൻഡ് ഹോട്ട് ഡെസേർട്ട്. കോൾഡ് ഡെസേർട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഹോട്ട് ഡെസേർട്ടിന്റെ എക്സാക്ട് പൊസിഷൻ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കില്ലേ നമ്മൾ? ഇനി ഈ ഹോട്ട് ഡെസേർട്ട് എന്താണ്? ആരിഡ് ആയിട്ടുള്ള പ്ലേസസ് ആണ്, അതായത് വരണ്ട പ്രദേശങ്ങളാണ് ഈ ഹോട്ട് ഡെസേർട്ട് എന്ന് പറയുന്നത്. ആരിഡ് പ്ലേസസ് ജനറലി ഫൗണ്ട് ബിറ്റ്വീൻ എവിടെയാ 15 ഡിഗ്രി to 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിലാണ്, അലോങ് ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ദി കോണ്ടിനെന്റ്സിന്റെ വെസ്റ്റേൺ മാർജിൻസിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. They are characterized by high temperatures during the daytime and very low temperature at night. ടെമ്പറേച്ചറിന്റെ കാര്യം എന്താണ്? ഡേ ടൈം വളരെ കൂടിയ താപനിലയായിരിക്കും എവിടെ? നമ്മുടെ ഈ ഹോട്ട് ഡെസേർട്ടിൽ എന്ന് പറയുന്നത്. അതേസമയം രാത്രി എന്താണ്? ഈ ടെമ്പറേച്ചർ വളരെ എന്തായിരിക്കും? കുറവും ആയിരിക്കും എന്നാണ് പറയുന്നത്. The diurnal range of temperature is very high in hot desert. എന്താ ഈ diurnal range of temperature എന്ന് വെച്ചാൽ? അതായത് diurnal range എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ന്യൂസിൽ വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പം തിരുവനന്തപുരത്തെ കൂടിയ താപനില ഇത്രയാണ്, കുറഞ്ഞ താപനില ഇത്ര എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? അത് തന്നെയാണ്. അതായത് ഒരു പ്രദേശത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെയാണ് നമ്മൾ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്താണ്? ഹോട്ട് ഡെസേർട്ടിൽ വെരി ഹൈ ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ഹോട്ട് ഡെസേർട്ടിന് ഉദാഹരണമാണ് നമ്മുടെ സഹാറ ഡെസേർട്ട്, കലഹാരി, അറേബ്യൻ ആൻഡ് താർ ഡെസേർട്ട്. ഇതിൽ താർ ഡെസേർട്ട് നമുക്ക് അറിയാലേ, നമ്മുടെ ഇന്ത്യയിലാണ് താർ ഡെസേർട്ട് കാണപ്പെടുന്നത്. ബാക്കി ഈ 3 ഡെസേർട്ട് എവിടെയാ കാണപ്പെടുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഹോട്ട് ഡെസേർട്ടിനും കോൾഡ് ഡെസേർട്ടിനും ഒക്കെ നമ്മൾ ഉദാഹരണം പഠിച്ചു അല്ലേ? അതൊക്കെ എവിടെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പോയി കണ്ടെത്തുക. ഇതാണ് നമ്മുടെ ഹോട്ട് ഡെസേർട്ടിനെയും കോൾഡ് ഡെസേർട്ടിനെയും കാണിക്കുന്ന ഒരു പിക്ചർ. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ഹോട്ട് ഡെസേർട്ടിൽ എന്താണ്? സൺലൈറ്റ് ഉണ്ട് അല്ലേ? കോൾഡ് ഡെസേർട്ടിൽ എന്താണ്? മഞ്ഞ് മൂടി കിടക്കാണ് ചെയ്യുന്നത്. ഇവിടെ എക്സ്ട്രീം ഹോട്ട് ആണെങ്കിൽ ഇവിടെ എന്താണ്? എക്സ്ട്രീം കോൾഡ് ആയിരിക്കും അല്ലേ? നമ്മുടെ ഹോട്ട് ഡെസേർട്ടിൽ എക്സ്ട്രീം ഹോട്ട് ആണെങ്കിൽ കോൾഡ് ഡെസേർട്ടിൽ എക്സ്ട്രീം കോൾഡ് ആയിരിക്കും, ഭയങ്കര തണുപ്പായിരിക്കും നമ്മുടെ കോൾഡ് ഡെസേർട്ടിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോൾഡ് ഡെസേർട്ടിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ. ഈ ഗോബി ഡെസേർട്ട്, ലഡാക്ക് ഡെസേർട്ട്. ലഡാക്ക് നമ്മുടെ എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യയിലാണ് ലഡാക്ക്. അപ്പോൾ ലഡാക്ക് എന്താണ്? ഒരു കോൾഡ് ഡെസേർട്ട് ആണ്. അറ്റക്കാമ ഡെസേർട്ട് ആൻഡ് ദ അന്റാർട്ടിക് ഡെസേർട്ട്. ഈ അന്റാർട്ടിക് ഡെസേർട്ട് ആണ് ലാർജസ്റ്റ് കോൾഡ് ഡെസേർട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ അന്റാർട്ടിക് ഡെസേർട്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? എവിടെയാണ് ഗോബി ഡെസേർട്ട് എന്നും എവിടെയാണ് അറ്റക്കാമ ഡെസേർട്ട് എന്നും കണ്ടെത്തണം. ഇനി ഇതാണ് നമ്മുടെ ഹോട്ട് ഡെസേർട്ടിന് ഉദാഹരണമായിട്ട് പറയുന്നത്. ഏതൊക്കെയാ? കലഹാരി ഡെസേർട്ട്, സഹാറ ഡെസേർട്ട്, അറേബ്യൻ ഡെസേർട്ട് ആൻഡ് താർ ഡെസേർട്ട്. ഈ താർ ഡെസേർട്ട് ഇന്ത്യയിലാണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മുടെ ഇന്ത്യയിലാണ്, രാജസ്ഥാനിലാണ് നമ്മുടെ താർ ഡെസേർട്ട്. അപ്പോൾ ഈ ബാക്കി 3 എവിടെയൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ താർ ഡെസേർട്ടിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ ഹോട്ട് ഡെസേർട്ടിന് എക്സാമ്പിൾ ആയിട്ടുള്ള താർ ഡെസേർട്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ താർ ഡെസേർട്ട് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് ഫീച്ചർ അല്ലേ? നമ്മുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷനിലെ ഒരു ഡിവിഷനാണ് താർ ഡെസേർട്ട്. അപ്പോൾ ഈ താർ ഡെസേർട്ട് ഏതു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്? ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നും നമ്മുടെ താർ ഡെസേർട്ട് അറിയപ്പെടുന്നുണ്ട്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്, നമ്മുടെ താർ മരുഭൂമി ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്ന് അറിയപ്പെടുന്നുണ്ട്. The Thar Desert is located in the northwestern part of the Indian subcontinent. നമ്മൾ പറഞ്ഞു ഹോട്ട് ഡെസേർട്ടിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ പഠിച്ചില്ലേ? എവിടെയാ? 15 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലായിട്ട്
വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ദി കോണ്ടിനെന്റ്സ്. അപ്പം നമ്മുടെ താർ ഡെസേർട്ടും എവിടെയാണ്? നോർത്ത് വെസ്റ്റേൺ പാർട്ട്. ഇതല്ലേ നമ്മുടെ നോർത്ത്, ഇതാണ് നമ്മുടെ വെസ്റ്റ്. അപ്പൊ എന്താണ്? ഈ ഒരു ഭാഗത്തായിട്ട് നോർത്ത് വെസ്റ്റേൺ ഭാഗത്തായിട്ടാണ് നമ്മുടെ താർ ഡെസേർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് കവേഴ്സ് ആൻ ഏരിയ ഓഫ് അപ്രോക്സിമേറ്റ്ലി 2 lakh square kilometers. എത്രയാ? ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 2 lakh square kilometerലായിട്ടാണ് നമ്മുടെ താർ ഡെസേർട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അതിൽ 1,75,000 square kilometers ഓഫ് ദി ഡെസേർട്ട് ആർ ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. അപ്പൊ അതിലത്തെ എത്ര? 2,00,000-ല് 1,75,000 ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. നമ്മൾ പറഞ്ഞു എത്രയാ? 2 lakh square kilometer ആണ് മൊത്തത്തിൽ നമ്മുടെ താർ ഡെസേർട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത്. അതിൽ 1,70,000 നമ്മുടെ ഇന്ത്യയിലാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. അതായത് 2/3 ഓഫ് ദി താർ ഡെസേർട്ട് ഇൻ ഇന്ത്യ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. ദ റിമൈനിങ് പോർഷൻ ഓഫ് ദി ഡെസേർട്ട് ഇൻ ഇന്ത്യ എക്സ്റ്റെൻഡ്സ് ടു ദ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ഓഫ് ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്. അപ്പം ഈ 1,75,000 പറഞ്ഞില്ലേ, അത് കാണപ്പെടുന്ന എവിടെയാ? നമ്മുടെ ഇന്ത്യയിൽ. ഇവിടെ അല്ലേ നമ്മുടെ രാജസ്ഥാൻ, നമ്മുടെ സ്റ്റേറ്റ് രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ. അതായത് 2/3, 2/3 ഭാഗവും താർ ഡെസേർട്ടിന്റെ 2/3 ഭാഗവും കാണപ്പെടുന്നത് നമ്മുടെ രാജസ്ഥാനിലാണ്. ബാക്കി നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള എവിടെയാ? ഇവിടെ പഞ്ചാബ്, ഹരിയാന ഒക്കെ വരില്ലേ മുകളിലായിട്ട്? പഞ്ചാബ്, ഹരിയാന, ഇവിടെ നമ്മുടെ ഗുജറാത്ത്, റാൻ ഓഫ് കച്ചിന്റെ ഈ ഒരു ഭാഗം, ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാനയിലൊക്കെ ആയിട്ടാണ് ഇത് ബാക്കി സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മെജോറിറ്റി ഏറ്റവും കൂടുതൽ താർ ഡെസേർട്ടിന്റെ ഭാഗം ഉൾപ്പെടുന്നതാണ് നമ്മുടെ രാജസ്ഥാനിലാണ്. ദ ഡെസേർട്ട് ഓൾസോ എക്സ്റ്റെൻഡ്സ് ഇൻ ടു ദ പഞ്ചാബ് ആൻഡ് സിന്ധ് പ്രൊവിൻസസ് ഓഫ് പാകിസ്ഥാൻ. എവിടെയാ ഇതിന്റെ ബാക്കി എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എവിടെയും കൂടി ഉണ്ട്? നമ്മുടെ പാകിസ്ഥാനിലെ സിന്ധ് പ്രൊവിൻസസിലും എന്താണ് നമ്മുടെ ഈ ബാക്കി വരുന്നില്ലേ? ഈ 2,00,000-ല് 1,75,000 കഴിഞ്ഞാൽ ബാക്കിയില്ലേ? അതെവിടെയാണ്? നമ്മുടെ പാകിസ്ഥാനിലെ സിന്ധ് പ്രൊവിൻസസിലാണ് എന്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ താർ ഡെസേർട്ടിനെ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നാണ് വിളിക്കുന്നത്. അത് നമ്മുടെ നോർത്ത് വെസ്റ്റേൺ സബ് കോണ്ടിനെന്റിലാണ്, നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്താണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഏരിയ, ടോട്ടൽ ഏരിയ 2 lakh ആണ്. അതിൽ 1,75,000 നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണ്? നമ്മുടെ രാജസ്ഥാനിലാണ് മെജോറിറ്റി പോർഷൻസും. ബാക്കി നമ്മുടെ ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സ്റ്റേറ്റ്സുകളിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? നാച്ചുറൽ ബൗണ്ടറീസ് ഓഫ് ദി താർ ഡെസേർട്ട്. താർ ഡെസേർട്ടിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ബൗണ്ടറീസിനെ പറ്റിയിട്ടാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഇനി എല്ലാവരും ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. ഇതവിടെ നമ്മുടെ ഇന്ത്യയെ ഒന്ന് നോക്കിക്കേ. എവിടെയാണ് നമ്മുടെ താർ ഡെസേർട്ട്? നോർത്ത് വെസ്റ്റേൺ പാർട്ടിലാണ് താർ ഡെസേർട്ട് എന്ന് പറഞ്ഞു അല്ലേ? ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് എന്ത് നമ്മുടെ താർ ഡെസേർട്ട്. അപ്പൊ ഈ ഡെസേർട്ടിന്റെ ഈ 4 വശവും എന്തൊക്കെയാണ്, അതിന്റെ ബൗണ്ടറീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് നമുക്കറിയാം, ഇത് നോർത്ത് ആണ്, ഇത് വെസ്റ്റ് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇതെന്താണ്? നമ്മുടെ സൗത്ത് ആണ് അല്ലേ? അപ്പം നമ്മുടെ നമ്മുടെ വെസ്റ്റേൺ ബൗണ്ടറി ആയിട്ട് പറയുന്നത് എന്താ? നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻഡസ് റിവർ ബേസിൻ. അത് ഇൻഡസ് റിവർ ബേസിൻ ആണ് ഇതിന്റെ വെസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നത്. എന്നിട്ട് നോക്കിക്കേ, നമ്മുടെ നോർത്തേൺ ബൗണ്ടറി ഏതാ? ഇവിടെ തന്നെയുണ്ട്, സത്ലജ് റിവർ ബേസിൻ. അതായത് ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള സത്ലജ് റിവർ ബേസിൻ ആണ് എന്ത്? നോർത്തേൺ ബൗണ്ടറി ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഈസ്റ്റേൺ ബൗണ്ടറി ഇവിടെ ഇല്ലേ? നോക്കിക്കേ, ഈ ആരവല്ലി മൗണ്ടെയിൻസ്, ആണ് ഈസ്റ്റേൺ ബൗണ്ടറി ആയിട്ട് പറയുന്നത്. ഈ ആരവല്ലി മൗണ്ടെയിൻസിനെ ഒന്ന് നോക്കി വെച്ചേക്ക്, നമുക്ക് ആവശ്യം വരും. ഇനി സദേൺ ബൗണ്ടറി എന്താ? റാൻ ഓഫ് കച്ച്. ഇവിടെ നോക്കിക്കേ, റാൻ ഓഫ് കച്ച് ആണ് സൗത്തിലെ ബൗണ്ടറി ആയിട്ട് പറയുന്നത്. അപ്പൊ എന്താണ്? വെസ്റ്റിൽ നമ്മുടെ താർ ഡെസേർട്ടിന്റെ വെസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നത് ഇൻഡസ് റിവർ ബേസിൻ ആണ്. നോർത്തേൺ ബൗണ്ടറി അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? സത്ലജ് റിവർ ബേസിൻ ആണ്. ഈസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നത് ആരവല്ലി മൗണ്ടെയിൻസ് ആണ്. ആൻഡ് സദേൺ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? റാൻ ഓഫ് കച്ച്. ഇത്രയുമാണ് എന്താണ് നമ്മുടെ താർ ഡെസേർട്ടിന്റെ നാച്ചുറൽ ബൗണ്ടറീസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് താർ ഡെസേർട്ടിനെ പറ്റി പഠിച്ചു, അതിന്റെ നാച്ചുറൽ ബൗണ്ടറീസിനെ പറ്റി പഠിച്ചു. ആദ്യം നമ്മൾ
ഡെസേർട്ട് എന്താണെന്നും എത്ര തരം ഡെസേർട്ട് ഉണ്ടെന്നും ഒക്കെ പഠിച്ചു. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു റീജിയൻ ഡെസേർട്ട് ആയിട്ട് മാറുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ? നോക്കണം. അതായത് കണ്ടീഷൻസ് ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദി താർ ഡെസേർട്ട്. ഈ താർ ഡെസേർട്ടിന്റെ ഫോർമേഷനുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടായിരിക്കാം? നിങ്ങളിപ്പം ഇന്ത്യയുടെ ആ ഒരു മാപ്പ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ രാജസ്ഥാൻ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഏകദേശം നല്ല രീതിയിലുള്ള മഴ ലഭിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു സ്ഥലത്ത് മാത്രം മഴ ലഭിക്കാത്തത്? 25 സെന്റിമീറ്ററിൽ താഴെ മാത്രം എന്തുകൊണ്ടാണ് ഇവിടെ മഴ ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പം നോക്കാൻ പോകുന്നത്. അതിനുള്ള കാരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ഒരു പിക്ചറിലൂടെ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മുടെ താർ ഡെസേർട്ട് ഫോം ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, നമ്മുടെ ഇന്ത്യയില് ബാക്കി എല്ലാ പോർഷൻസിലും എന്താണ് അത്യാവശ്യം മഴയൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ വെസ്റ്റേൺ രാജസ്ഥാന്റെ ആ ഭാഗത്ത് മാത്രം മഴ കുറവാണ് ലഭിക്കുന്നുള്ളത്. അപ്പൊ അതിനുള്ള കാരണം എന്തൊക്കെയായിരിക്കാം എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങള്? നമുക്ക് മഴ തരുന്ന വിൻഡ് ഏതാ, മൺസൂൺ ഏതാ? സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് നമുക്ക് മഴ തരുന്നത് അല്ലേ? ഇവിടെയാണ് സൗത്ത്, ഇവിടെയാണ് വെസ്റ്റ്. അപ്പൊ സൗത്ത് വെസ്റ്റിൽ നിന്ന് ഒരു കാറ്റ് വീശുന്നുണ്ട്. അതാണ് എന്ത്? സൗത്ത് വെസ്റ്റേൺ മൺസൂൺ വിൻഡ് എന്ന് പറയുന്ന കാറ്റ്. അപ്പൊ അതിങ്ങനെ ഇവിടത്തേക്ക് വന്നു, നമ്മുടെ ഓഷ്യൻസിൽ നിന്നും ഇങ്ങോട്ടേക്ക്, അതായത് ഈ സൗത്ത് വെസ്റ്റേൺ ഭാഗത്തേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ അടുത്തെത്തുമ്പോൾ അത് 2 ബ്രാഞ്ച് ആയിട്ട് മാറുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്? അറേബ്യൻ സീ ബ്രാഞ്ച് ആൻഡ് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. ഇങ്ങനെ 2 ബ്രാഞ്ച് ആയിട്ട് നമ്മുടെ ആ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് മാറുന്നുണ്ട്. അതിന് നമ്മുടെ ഈ അറേബ്യൻ സീ ബ്രാഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ മഴ പെയ്ച്ച് ഇങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ഗുജറാത്തിലൂടെ ഇതിനകത്തേക്ക് കയറുന്നുണ്ട്. ഇങ്ങനെ അകത്തേക്ക് കയറിയ സമയത്ത് ഇവിടെ എത്തുമ്പോഴത്തേനും ആരുണ്ട്? ഞാൻ നേരത്തെ നോക്കാൻ വേണ്ടി പറഞ്ഞു, ഒന്ന് നോക്കി വെച്ചേക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞില്ലേ? അതാണ് ഈ ആരവല്ലി മൗണ്ടെയിൻസ് ഉണ്ട്. ഈ ആരവല്ലി മൗണ്ടെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ സൗത്ത് അറേബ്യൻ ബ്രാഞ്ചിനെ ഇവിടെ താർ ഡെസേർട്ട്, ഇതിനപ്പുറം താർ ഡെസേർട്ട് രാജസ്ഥാനില്, അതിനപ്പുറത്തേക്ക് പോവാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. അതായത് ഒരു ബ്ലോക്ക് ആയിട്ട് ഇവിടെ ആരവല്ലി മൗണ്ടെയിൻസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൗണ്ടെയിൻസിനെ കടന്ന് അപ്പുറത്ത് പോകാനുള്ള ശേഷിയൊന്നും ആർക്കില്ല, നമ്മുടെ ഈ ഒരു അറേബ്യൻ സീ ബ്രാഞ്ചിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റീജിയനിലേക്ക്, നമ്മുടെ താർ ഡെസേർട്ടിന്റെ ഭാഗത്തേക്ക് മഴ ലഭിക്കുന്നതിൽ തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ 25 സെന്റിമീറ്ററിൽ കുറവ് മഴ ലഭിക്കുന്ന സ്ഥലങ്ങളല്ലേ ഇത്? അതിനുള്ള കാരണമാണ് പറയുന്നത്. വളരെ കുറച്ച് മഴ, കുറച്ച് വിൻഡ്, അല്ലെങ്കിൽ കുറച്ച് മഴ മാത്രമാണ് ഇവിടെ ഈ ഒരു റീജിയനിൽ കിട്ടുന്നത്. അതിനുള്ള കാരണമാണ് ഈ ആരവല്ലി മൗണ്ടെയിൻ അവിടെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള മഴ നമ്മുടെ ഈ ഒരു ബ്രാഞ്ചിലൂടെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത ബ്രാഞ്ച് ആയിട്ടുള്ള ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിലെ ആ ബ്രാഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൂടെ വന്ന് നമ്മുടെ നാഗാലാൻഡിലൂടെ നമ്മുടെ ഇന്ത്യക്കകത്തോട്ട് കടന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ആരുണ്ട്? നമ്മുടെ ആരവല്ലി മൗണ്ടെയിൻസ് ഉണ്ട്. അപ്പം ഇതിനെയും ആരവല്ലി മൗണ്ടെയിന് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലോക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. അപ്പം ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്നുള്ള കാറ്റുകളെയും ഇത് ബ്ലോക്ക് ചെയ്യുമ്പം ഇത് അപ്പുറത്തേക്ക് പോവാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഇവിടെയും മഴ വരാനുള്ള ചാൻസസ്, മഴ ലഭിക്കാനുള്ള പോസിബിലിറ്റി റെഡ്യൂസ് ചെയ്യുകയാണ് ഇവിടെയും ചെയ്യുന്നത്. ഈ ഒരു ആരവല്ലി റേഞ്ച്, മൗണ്ടെയിൻ റേഞ്ച് ഒരു ബ്ലോക്ക് ആയിട്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും പ്രധാന നമ്മുടെ താർ ഡെസേർട്ടിന് മഴ ലഭിക്കാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചസിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? അതിനെ മറികടന്നു പോകാനുള്ള ശേഷിയൊന്നും ആർക്കില്ല. ഈ 2 ബ്രാഞ്ചിന്, ഈ 2 കാറ്റുകൾക്കൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത്, ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇത് മുകളിലേക്ക് ഉയർന്ന് ഇവിടുന്ന് കണ്ടൻസ് ഒക്കെ ചെയ്ത് നമ്മൾ റെയിൻഫോൾ, നമുക്ക് ഈ ഒരു റീജിയനിലൊക്കെ നല്ല റെയിൻഫോൾ ലഭിക്കുന്നു. അങ്ങനെ കൂടാണ്ട് വേറൊരു കാരണം പറഞ്ഞാല്, നമുക്കറിയാം നമ്മുടെ താർ ഡെസേർട്ട് വരണ്ട അരിഡ് ആയിട്ടുള്ള പ്രദേശങ്ങളാണ്. അവിടെ വീശുന്ന കാറ്റ് എന്ന് പറയുന്നത് അരിഡ് ആയിട്ടുള്ള വിൻഡ് ആണ്. നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവാപറേഷൻ റേറ്റ്
കൂടുതലാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റെയിൻഫോൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതും എന്താണ്, നമ്മുടെ താർ ഡെസേർട്ട് ഉണ്ടാവാനുള്ള, താർ ഡെസേർട്ടിന്റെ ഫോർമേഷനുള്ള ഒരു കാരണമായിട്ടാണ് പറയുന്നത്. എങ്ങനെ ഇത്തരത്തിലുള്ള ഈ കണ്ടീഷൻസ്, കുറേ കാലം ഒരു റീജിയനിൽ മഴയൊന്നും കിട്ടാണ്ട് കുറച്ച് മാത്രം മഴ കിട്ടി, ഇങ്ങനെ ഈ കണ്ടീഷൻസ് തുടരുകയാണെങ്കിൽ ആണ് എന്ത്, മരുഭൂമികൾ ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ താർ ഡെസേർട്ട് ഫോം ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പൊ കണ്ടീഷൻസ് എന്താ, നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് വരുന്നുണ്ട് സൗത്ത് വെസ്റ്റേൺ റീജിയനിൽ. അവിടെ നിന്ന് വരുന്ന നമ്മുടെ ഈ ഒരു വിൻഡ് 2 ബ്രാഞ്ച് ആയിട്ട് മാറുന്നുണ്ടെന്ന് പറഞ്ഞു. അറേബ്യൻ സീ ബ്രാഞ്ച് ആൻഡ് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. അങ്ങനെ ഈ 2 ബ്രാഞ്ചും നമ്മുടെ ഇന്ത്യക്കകത്ത് കടന്ന് എന്താണ്, ആരവല്ലി മൗണ്ടൻ റേഞ്ചിന്റെ അവിടെ എത്തുമ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ആയിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതായത് അതിനെ കടന്ന് അപ്പുറത്ത് രാജസ്ഥാന്റെ ഭാഗത്തോട്ട് പോവാൻ വേണ്ടിയിട്ട് ഇതിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു റീജിയനിൽ കുറവ് മഴ ലഭിക്കാനുള്ള പ്രധാന കാരണവും അങ്ങനെ ആ ഒരു ഡെസേർട്ട് ഫോം ചെയ്യാനുള്ള കാരണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് കണ്ടീഷൻസ്, അതിന്റെ കാരണങ്ങൾ, താർ ഡെസേർട്ട് ഉണ്ടായതിന്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നോക്കിക്കേ, ഇവിടെ ആ പോയിന്റ്സ്, ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാന്ന് നോക്കിക്കേ. ആദ്യത്തത്, rainfall in western Rajasthan is scarce throughout the year. This is because the southwest monsoon winds which bring rain to India do not enter the interior parts of Rajasthan. The Arabian branch of these winds passes parallel to the Aravalli mountains without entering the interior of Rajasthan, resulting in low rainfall in the western part of Rajasthan. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ അറേബ്യൻ സീ ബ്രാഞ്ചിന്റെ ആ ഒരു കാരണം എന്ന് പറഞ്ഞില്ലേ. നെക്സ്റ്റ് ആണ് ബേ ഓഫ് ബംഗാളിന്റെ കേസ്. ബേ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞ ബ്രാഞ്ചിന്റെ കേസ്. അതായത് സൗത്ത് വെസ്റ്റേൺ മൺസൂൺ വിൻഡ്സ് ബ്ലോ പാരലൽ ടു ദ ഹിമാലയൻ മൗണ്ടൻസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. However, the movement of these winds is blocked by Aravalli mountains in the northwestern part of India. As a result, the Thar Desert and adjoining areas do not receive rain from the Bay of Bengal branch of the monsoon winds. ഇതിലും നമുക്ക് എന്താണ്, മഴ ലഭിക്കുന്നില്ല, താർ ഡെസേർട്ടിന് കിട്ടുന്നില്ല. കാരണം നമ്മുടെ ആരവല്ലി മൗണ്ടൻ റേഞ്ച് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. കൂടാണ്ട് എന്തും കൂടി പറയുന്നുണ്ട്, the high rate of evaporation and arid winds in the area further reduce the possibility of rainfall. With the same atmospheric conditions persisting for millions of years, the region has naturally become a desert. These factors have contributed to the formation of the താർ ഡെസേർട്ട്. മനസ്സിലായില്ലേ? ഇത്രയും കാരണങ്ങളാണ് എന്ത്, നമ്മുടെ താർ ഡെസേർട്ട് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ അത് നാച്ചുറലി എന്താണ്, ആ ഒരു റീജിയൻ ഡെസേർട്ട് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. നമ്മുടെ ക്ലാസ് തീർന്നു. താങ്ക് യു.